സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു വസ്തുത ഉള്ളിലേക്ക് വന്നത്. അതായത് മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കൊള്ളട്ടെ, കൂട്ടുകുടുംബ വ്യവസ്ഥിതി ആയിരുന്ന സമയത്ത് ആ ഒരു വ്യവസ്ഥിതിക്ക് ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്തും പ്രശ്നങ്ങളൊക്കെ പങ്കുവെച്ചും പിന്നെ മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം കണ്ടിരുന്നു എന്ന്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ നയത്തിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്താനായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അതുപോലെ കലാകായിക വികസനത്തിന് വേണ്ടുന്ന അങ്ങനെ അവനവൻ്റെ ഉള്ളിൽ അവനവനെ കണ്ടെത്താനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സർ, ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് കുട്ടിയെ സഹായിക്കുന്ന രീതിയിൽ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ, ഇപ്പോൾ സാർ നേരത്തെ 6ാം ക്ലാസ് അങ്ങനെ തുടക്കത്തിലേ ഉള്ളത് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ അതിനുള്ളതായ എന്തെങ്കിലും പരിഹാരം ഈ വിദ്യാഭ്യാസ നയത്തിലുണ്ടോ? ഇന്ന് കുട്ടികളുടെ മാനസിക സംഘർഷത്തിൻ്റെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, വീടുകളിൽ ഒറ്റപ്പെട്ട ജീവിതം. ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ എല്ലാം ഈ സ്ട്രക്ചേർഡ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. കുട്ടി വന്നതിന് ശേഷമാണ് പലപ്പോഴും അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ വരുന്നത്. വിദ്യാലയത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുട്ടിയെ മുഴുവൻ പാഠഭാഗവുമായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ചെറിയ ക്ലാസ്സിൽ പോലും നമ്മൾ ഊന്നൽ നൽകുന്നത്. കുട്ടി നടക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടോ? കുട്ടി പറയുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടോ? കുട്ടി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, എഴുതണം, കളർ ചെയ്യണം, ഇതൊക്കെയാണുള്ളത്. മറിച്ച് ആ കുട്ടിയുടെ ഉള്ളിലുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് പ്രീ KG ക്ലാസ്സിലുള്ള കുട്ടിയെ പോലും സന്ധ്യയ്ക്ക് അമ്മയും കുട്ടിയും സ്കൂളിലെ ടീച്ചറും ഇൻസിസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ക്ലാസ്സിലുള്ള കുട്ടിയെ? ചെറിയ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ എത്തുന്നതിൻ്റെ മുന്നേ. നമ്മുടെ ഭാരതത്തിൽ എവിടെയാണെങ്കിലും സന്ധ്യാസമയം എന്ന് പറയുന്നത് സന്ധ്യാനാമത്തിനും കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കാനും അതിനു മുമ്പ് കുറച്ച് നേരം കളിക്കാനും മനസ്സിൻ്റെ ഒരു ശാന്തത ഉണ്ടാക്കാൻ കുടുംബം ഒന്നിച്ചിരിക്കാൻ സന്ധ്യാനാമാകാം, പൂജയാകാം, ക്ഷേത്ര ദർശനമാകാം, അങ്ങനെ ഒരു റിലാക്സ് സമയമാണ് സമയം ഉണ്ടായിരുന്നത്. ഇന്ന് ഇതാണ് കുട്ടിയുടെ ഏറ്റവും ടെൻഷനുള്ള സമയം. പക്ഷേ കുട്ടി അതിലേക്ക് കണ്ടീഷൻ ചെയ്യുകയാണ്. കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം, ഈ സമയത്തിന് എൻ്റെ സമയം എന്താണ്? ഹോംവർക്ക് ചെയ്യാനുള്ളതാണ്. ഇത് റിലാക്സ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും ഇത് മാറുക. അപ്പോൾ ആ കുട്ടിയുടെ ഹോംവർക്ക് എന്നുള്ളത് തന്നെ ആകാം. ആ ഹോംവർക്ക് കുട്ടി അന്ന് പഠിച്ചത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പ്രൈമറിയിലെ ടീച്ചറും രക്ഷിതാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ കുട്ടിയെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്നത്തെ അനുഭവം പറയിപ്പിക്കാനാണ്, ഇന്നത്തെ പാട്ട് പാടിപ്പിക്കാനാണ്. ഇന്ന് കിട്ടിയ പുതിയ കാര്യം എന്താണ്? അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അനുഭവങ്ങൾ, ആശയങ്ങൾ പറയാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ വളരെ വലിയ ഒരു എഫേർട്ട് ഈ രംഗത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു മോഡലുണ്ടല്ലോ, ആ മോഡലിനെ പൊളിച്ച് എഴുതേണ്ട വലിയൊരു പണിയാണ് ഉള്ളത്, ഉത്തരവാദിത്തമാണുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഈ പ്രായത്തിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങളല്ല, ഒരു മാന്ത്രിക പെട്ടിയാണ്. ജാഡുക്ക പിത്താര എന്ന് ഹിന്ദി പറയും, നമ്മളെ മാന്ത്രിക പെട്ടി. ഏകദേശം ആദ്യത്തെ ലെവലിൽ 64ഓളം കളികളുണ്ട്. 64ഓളം കളികൾ, എത്ര വേണമെച്ചാലും കളികൾ കൂട്ടാം. അതിലൂടെ കുട്ടിയുടെ വ്യത്യസ്തമായ കഴിവുകൾ, കുട്ടി വൈകുന്നേരം വന്നാലും ആ കളികളിലൂടെ പലതും അഭ്യസിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കുട്ടിയുടെ സാംസ്കാരികമായ കുട്ടിയുടെ മാനസികമായ ഉല്ലാസം, ജോയ്ഫുൾ ലേണിംഗ്, ലേണിംഗ് വിത്ത് പ്ലേയിങ്, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ലേണിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗത കാഴ്ചപ്പാടെന്ത് ചെയ്യുന്നു? കളിയിലൂടെ പഠിക്കുന്നു, അതുപോലെ തന്നെ കഥയിലൂടെ പഠിക്കുന്നു, പാട്ടിലൂടെ പഠിക്കുന്നു. പാട്ട് പഠിക്കുകയല്ല, പാട്ടിലൂടെ പഠിക്കുക. കഥ പഠിക്കുകയല്ല, കഥയിലൂടെ പഠിക്കുക. കളിയിലൂടെ. അപ്പോൾ കളി വളരെ പ്രധാനപ്പെട്ട പലതരം കളികൾ. മാനസിക ഉല്ലാസമാണ് കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് 3ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ എത്രയായി? 69, 10 വയസ്സാകുന്നത് വരെ കുട്ടി എന്തായിരിക്കണം? കുട്ടി കളിക്കണം. ആ കളിയിലൂടെയാണ് എല്ലാം പഠിക്കേണ്ടത്. അതുപോലെയാണ് 3ാം ക്ലാസ് വരെയുള്ള, അതായത് ഈ KG മേഖലയിലുള്ള പുസ്തകങ്ങൾ, ECCE, അതുപോലെ തന്നെ 1, 2 ഇത്രയും പാഠങ്ങൾ കളിക്കാൻ ആണ് പ്രാധാന്യം. കളിയിലൂടെയാണ് പഠനം.